വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ജഗദീപ് ശാലിനിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഗദീപ് പറയുകയാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ആപത്ത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ, ഇതിപ്പോൾ അല്പം കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ ജഗദീപിനെ എനിക്ക് അറിയാമല്ലോ എന്ന് ശാലിനി സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് സുസ്മിത ജഗദീപിനെ ഫോൺ വിളിക്കുകയാണ്. അതെ, അവളാണ് വിളിക്കുന്നത്, ഇനി എന്തിനാ എന്തോന്നും പറഞ്ഞ് ജഗദീപ് ആകെ അങ്ങോട്ട് തപ്പുകയാണ്. ഇനി ഇങ്ങോട്ടത്തേക്ക് വന്നിട്ടുള്ളത് അറിഞ്ഞു കാണുമോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ജഗദീപ് ഫോൺ എടുക്കുന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ജഗദീപ് ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ജഗദീപ് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാർക്കറ്റിലെന്ന് പറയുകയാണ്. അന്നേരം മാർക്കറ്റിലോ അവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ സുസു പറഞ്ഞില്ലേ മീൻ മേടിക്കാമെന്ന്. അന്നേരം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വാന്നൊക്കെ പറഞ്ഞ് കുറേ ദേഷ്യപ്പെട്ട് സുസ്മിത സംസാരിക്കുന്നുണ്ട്. ഈ സമയം ശാലിനി ചിന്തിക്കുകയാണ്, സുസ്മിതയുടെ കളികൾ കൂടുന്നതിന് മുന്നേ പിന്നെ രോഹിത്തിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കണം എന്നിങ്ങനെ ചിന്തിച്ച് ശാലിനിയും ഇരിക്കുന്നുണ്ട്. ഇതേ സമയം ശ്യാമയും കൂട്ടിക്കൊണ്ട് വിഷ്ണു ആണെങ്കിൽ സുസ്മിതയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വണ്ടി നിർത്തിയിട്ട് നീ പോയി രോഹിത്തിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പോയി വിളിച്ചാൽ എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമയാണെങ്കിൽ മടിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുകയാണ്. അന്നേരം നമ്മൾ അവനെയും കൊണ്ടേ പോവുകയുള്ളൂ, നീ പോയി വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ പതുക്കെ ഇറങ്ങിയിട്ട് മടിച്ചൊക്കെയാണ് പോകുന്നത്. തിരിഞ്ഞ് വിഷ്ണുവിനെയൊക്കെ നോക്കിക്കൊണ്ട് ചെന്നിട്ട് ബെല്ലടിക്കുന്നുണ്ട്. അന്നേരവും വിഷ്ണു ഇങ്ങനെ സ്റ്റിയറിങ്ങിലിട്ട് കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം സുസ്മിത വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. തുടർന്ന് അല്ല നീ എന്താ ഇവിടെ, വഴിതെറ്റിയെങ്ങാനും വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് എവിടെയെന്ന് ചോദിക്കുകയാണ് ശ്യാമ. അന്നേരം രോഹിത് ഇവിടെയാണോ ഉള്ളത്, ഇത് ഞാനും എൻ്റെ ഭർത്താവ് ജഗദീപുമാണ് താമസിക്കുന്നത്, പിന്നെ ജഗദീപ് പേര് മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ പിന്നെ വിഷ്ണുവിന് ദേഷ്യം വരികയാണ്. തുടർന്ന് ശ്യാമ പറയുന്നുണ്ട് രോഹിതിനെ ഇങ്ങോട്ട് ഇറക്കി വിട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ അവിടെ നിന്ന് രോഹിത്തിനെ അടിച്ചിറക്കിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിന് ആകെ ദേഷ്യം വന്ന് വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ അങ്ങനെ പാലിച്ച കാര്യങ്ങളൊന്നും തിരക്കണ്ട, അവനെ ഇങ്ങോട്ട് ഇറക്കി വിടുമെന്ന് പറയുകയാണ്. അന്നേരമാണ് സുസ്മിത വിഷ്ണുവിനെ കാണുന്നത്. അന്നേരം ബോഡി ഗാർഡൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതല്ലേ എന്നും പറഞ്ഞിട്ട് സുസ്മിത ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് നിൻ്റെയൊക്കെ സമയം എന്നിങ്ങനെ സുസ്മിതയെ ശ്യാമയെയും വിഷ്ണുവിനെ നോക്കി ഒരു വല്ലാതെ സുസ്മിത പറയുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാട് ദേഷ്യം വരികയാണ്. നിൻ്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്നെ നിനക്ക് ശരിക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് രോഹിത്തെ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ രോഹിത് ആണെങ്കിൽ ഇറങ്ങി വരുന്നില്ല. തുടർന്നും ശ്യാമ പറയുകയാണ്, നിൻ്റെ ഭർത്താവിനെ ശ്യാമയോട് പറയുന്നത് നിൻ്റെ ഭർത്താവിനെ ഇവിടെയാണോ തിരക്കുന്നത് എന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും നിൽക്കുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, രോഹിത്തിനെ നീ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഞാനൊരു കേസ് ഫയൽ ചെയ്താൽ നീ അകത്താണ് എന്ന് പറയുമ്പോൾ നീ അങ്ങനെ വലിയ പേരൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് ജയിലും ഇതൊന്നും എനിക്ക് പുത്തരിയല്ല എന്നും പറഞ്ഞ് സുസ്മിത സംസാരിച്ചു തുടങ്ങുമ്പോൾ വിഷ്ണു പറയുകയാണ്, നീ എന്തിനാ ഇവളോടൊക്കെ വായിത്തലച്ച് സമയം കളയുന്നത്, ഇവളെ എന്തിനാ പേടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എന്നെ അങ്ങനെ എങ്ങോട്ട് കൊച്ചാക്കല്ലേ എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. നീർക്കോലി പിന്നെ കൊത്തിയാലും അത്താഴം മുടങ്ങും എന്ന് കേട്ടിട്ടില്ലേന്ന് വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ആകെപ്പാടെ ചിരിച്ചുകൊണ്ട് സുസ്മിതയോട് പറയുകയാണ്, നീയോ നീർക്കോലിയോ, നിന്നെ ഒരു മണ്ണിരയുടെ കൂട്ടത്തിലേ ഞാൻ കണ്ടിട്ടുള്ളൂ, പിന്നെ മണ്ണിര എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അരയ്ക്കത്തേ ഉള്ളൂ എന്നിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുമോ വിഷ്ണു ആംഗ്യം കാണിക്കുമ്പോൾ സുസ്മിത അങ്ങ് വല്ലാതെ അങ്ങനെ അവമാനിക്കപ്പെട്ട് നിൽക്കുകയാണ്. സുസ്മിതയെ അടിച്ച് നിർത്തുന്നുണ്ട് വിഷ്ണുവോടെ വാക്കുകൊണ്ട്. തുടർന്ന് രോഹിത്തെ എന്ന് വീണ്ടും വിളിക്കുമ്പോൾ രോഹിത്തെ ഇറങ്ങി വരുന്നില്ല. തുടർന്ന് അങ്ങോട്ട് മാറി നിൽക്കടി എന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ച് മാറ്റിയിട്ട് വിഷ്ണു അകത്തേക്ക് പോകുന്നുണ്ട്. പുറകെ സുസ്മിതയും പോവുകയാണ്. തുടർന്ന് വിഷ്ണു വീണ്ടും അകത്തേക്ക് ചെന്നിട്ട് രോഹിത്തെ ഇറങ്ങി വാടാന്നൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, പിന്നെ വിളിച്ചിറക്ക്, പിന്നെ വരുമെങ്കിൽ കൊണ്ടുപോയിക്കോ, അല്ലാതെ ബലം പ്രയോഗിച്ചൊക്കെയാണ് കൊണ്ടുപോകാൻ നോക്കുന്നതെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നീ എന്ത് ചെയ്യാനാണ് പോകുന്നത്, നിൻ്റെ തീരുമാനമൊക്കെ എനിക്കറിയാം, നീ കൂടിപ്പോയാൽ ആ ചന്ദ്രബോസിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കും, അവനെ എൻ്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കിട്ടാനായിട്ട് അവൻ നടക്കുകയാണ്, അങ്ങോട്ട് വിളിക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പിന്നെ രോഹിത്തിനെ വിളിക്കുകയാണ്. ആണാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഒളിച്ചിരിക്കാതെ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് രോഹിത്ത് മോളിൽ നിന്നും ആടി ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. എന്താടാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് രോഹിത്ത് പതുക്കെ അങ്ങോട്ട് ഇറങ്ങിയ തൂണിലങ്ങോട്ട് ചാരി നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ ആ രോഹിത്തിൻ്റെ ആ കോലം കണ്ടിട്ട് വിഷ്ണുവിന് ആകെപ്പാട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ശ്യാമയാണെങ്കിൽ അടുത്തേക്ക് ചെന്നിട്ട് വാ രോഹിത്തെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം, വാ പോകാമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് വിടടി, ഏത് വീട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം രോഹിത്തെ വാ, എനിക്ക് വീടുമില്ല, പിന്നെ ആരുമില്ല, ഞാൻ അനാഥനാണ് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്ത് എന്നെ ഓർക്കണ്ട, നമ്മുടെ മോളെ ഓർക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ഏത് മോള്, അവള് ഇവൻ്റെ അല്ലേ മോള് എന്ന് പറയണേ, എനിക്ക് ഭാര്യയില്ല,
ആരുമില്ല, എനിക്ക് അനാഥനാണ്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തേന്നും പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് നിൽക്കുമ്പോൾ നീ വേണമെങ്കിലേ ഇവൻ്റെ കൂടെ പിന്നെ പോയി പുറത്തോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതുവരെ നിയന്ത്രിച്ചിരുന്ന ദേഷ്യം വിഷ്ണുവിനെ അങ്ങോട്ട് ആണ പൊട്ടി ഒഴിഞ്ഞ് വിഷ്ണു ആണെങ്കിൽ ആ സെറ്റി അങ്ങോട്ട് ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്തിനെ ചെന്ന് ആ ഷർട്ടിനെ അങ്ങോട്ട് കുത്തിപ്പിടിച്ചിട്ട് ചെറ്റ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ മൂക്കിടിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ കൈ ഓങ്ങുന്നുണ്ട്. പക്ഷേ ശ്യാമ പിടിക്കുകയാണ്, വിഷ്ണുവേട്ട വേണ്ട, ഒന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയുമ്പോഴും രോഹിത് ഇങ്ങനെ തന്നെ നോക്കിയോണ്ട് ആടി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഒന്നും ചെയ്യുന്നില്ല. അന്നേരമാണ് സുസ്മിത അടുത്തേക്ക് ചെന്ന് പറയുന്നത്, അവനെങ്ങനെ പറയാതെ ഇരിക്കും, ഇത്രയും നാൾ കൊണ്ട് നടന്ന കൊച്ചാണെങ്കിലില്ല, ഭാര്യയാണെങ്കിൽ പിന്നെ വരവും പോക്കും പിന്നെ നിൻ്റെ കൂടെ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് മുന്നേയും പറയുന്നുണ്ട് പിന്നെ ശാലിനിയാണെങ്കിൽ ഇവളെ അങ്ങ് കെട്ടിക്കോ, അവിടെ ശാലിനി അങ്ങല്ലേ, ഇവിടെ ആവുമ്പോൾ ഒരു കൂട്ടും ആവും എന്നിങ്ങനെ സുസ്മിതയാണ് പറയുന്നത്. ഇവളെയും കെട്ടുമ്പോൾ അങ്ങ് ശ്യാമയാണെങ്കിൽ അങ്ങ് കൂട്ടും ആവും എന്നുള്ളത്. അന്നേരം നിർത്തടി എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. സുസ്മിതയോട് വിഷ്ണു പറയുകയാണ്, നീ എവിടേക്കാണ് പറഞ്ഞു കയറി പോകുന്നതൊക്കെ എനിക്കറിയാം, പിന്നെ ഇവളുടെ തീരുമാനവും പറഞ്ഞുകൊണ്ടാണ്, ഇവളുടെ വാക്കും കേട്ടുകൊണ്ടാണ് നീ ഇനി ജീവിക്കാനായിട്ട് പോകുന്നതെങ്കിൽ നിൻ്റെ നാശമാണ് എന്നിങ്ങനെ പറഞ്ഞ് ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ, എൻ്റെ അമ്മ എന്നേക്കാൾ കൂടുതൽ നിന്നെയാണ് സ്നേഹിച്ചത്, എന്നേക്കാൾ പിന്നെ കൂടുതൽ മനസ്സറിഞ്ഞ് ഭക്ഷണം വിളമ്പി തന്നത് നിനക്കാണ്, അവർ മനസ്സറിഞ്ഞൊന്ന് ശപിച്ചാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രോഹിത് ചോദിക്കുകയാണ്, എന്തോ ചെയ്യും, എന്നെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല എന്ന് പറയുമ്പോൾ ഇവൾ നിന്നെ കൊക്കയിൽ തള്ളിയിട്ടതൊക്കെ മറന്നുപോയോ, ചാവാൻ വേണ്ടിയല്ലേ, അതൊക്കെ നീ അങ്ങ് മറന്നുപോയോ, എന്ന് നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ അന്ന് മുതൽ നിൻ്റെ കാലിൻ്റെ കയർ നിൻ്റെ പിന്നെ മുകളിൽ ചുറ്റാൻ തുടങ്ങിയതാണ്, ഒന്നുകിൽ നീ നന്നാവ് അല്ലെങ്കിൽ നീ ഒടുക്കത്തെ അടങ്ങാനായിട്ട് തയ്യാറായിക്കോ എന്നൊക്കെ പറയുമ്പോഴാണ് വീണ്ടും പിന്നെ ശ്യാമ പറയുന്നുണ്ട്, രോഹിത്തെ വാ പോകാമെന്ന് പറയുമ്പോഴാണ് നീ പിന്നെ അവനെ എങ്ങ് കെട്ടിക്കോ എന്നിങ്ങനെ പറയുന്നത്. അപ്പോഴും വിഷ്ണുവിന് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്, ആ ഒരു ശ്യാമയെ അങ്ങോട്ട് കെട്ടിക്കോ എന്നിങ്ങനെ ശാലിനി അവിടെയല്ലേ, ഇവിടെ ആകുമ്പോൾ ഇവളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് രോഹിത്താണ് പറയുന്നത്. അന്നേരം വിഷ്ണുവിന് വീണ്ടും കലി കയറുകയാണ്. വിഷ്ണു ആണെങ്കിൽ രോഹിത്തിനെ ചെന്ന് ഒരു ഒറ്റ അടി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പിടിച്ചിങ്ങോട്ട് തള്ളിയിട്ട് വീണ്ടും അടിക്കുകയാണ്. അന്നേരം അവസാനം ശ്യാമ പിടിച്ചു മാറ്റിയിട്ട് വേണ്ട വിഷ്ണുട്ട, പിന്നെ രോഹിത്തിനെ ഒന്നും ചെയ്യേണ്ട, രോഹിത്തിന് ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും, അതുവരെ കാത്തിരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിതയോട് പറയുകയാണ്, നീ ജയിലിൽ കയറിയിട്ടുണ്ട്, നീ ജയിലും വന്ന് നിനക്ക് പുത്തരിയല്ലല്ലോ, ജയിലിലൊക്കെ നീ പോയിട്ടുണ്ട്, പക്ഷേ അത് കൊലക്കുറ്റത്തിനല്ലല്ലോ, ആ ഒരു അങ്ങനെ ഒരു ഇതില്ലേ, നീ എന്നെ ജയിലിൽ കയറ്റരുത് എന്നിങ്ങനെ പറഞ്ഞ് ഒരു താക്കീത് എന്ന പോലെ പറഞ്ഞിട്ട് സുസ്മിത ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. വാടക നിർത്തടി എന്നൊക്കെ പറഞ്ഞ് വാടപ്പിച്ച് നിർത്തുകയാണ് സുസ്മിതയെ. നിൻ്റെ നാശമാണ് എന്നൊക്കെ പറയുമ്പോഴും പിന്നെ ആ ഉള്ള കാര്യങ്ങൾ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വിഷ്ണു ആ രോഹിതിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും പക്ഷേ രോഹിതിനൊന്നും മനസ്സിലാവുന്നില്ല, ആകെ കുടിച്ച് വെളിവില്ലാതെ നിൽക്കുകയാണ്. ജഗദീപ് ആണെങ്കിൽ അടുത്തൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ സുസ്മിതയ്ക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്, വിഷ്ണുവിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതും. തുടർന്ന് വാശാമ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാണ്. തുടർന്ന് അതിന് മുന്നേ രോഹിത് ആണെങ്കിൽ പോയി വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അന്നേരമാണ് അത് ജഗ് അങ്ങോട്ട് പിടിച്ച് മാറ്റി വെച്ചിട്ടാണ് വിഷ്ണു പറയുന്നത്, നീ എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ അന്ന് മുതൽ നിൻ്റെ നാശമാണ്, നന്നാകുമെങ്കിൽ നീ നന്നാക് എന്നിങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരുടെയും ജീവിതം വെച്ചുള്ള കളിയാണ് എന്നൊക്കെ ഇങ്ങനെ രോഹിത്തിനോട് പറഞ്ഞിട്ടാണ് വാശാമേ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിയാണ്. അതേസമയം രോഹിത് അങ്ങോട്ട് നടക്കുമ്പോൾ സെറ്റിയിലിരിക്കാതെ അങ്ങ് താഴേക്ക് വീഴുന്നുണ്ട്. തുടർന്ന് സുസ്മിത എന്ന് പിടിച്ചൊക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് രോഹിത്തിനെയും കൊണ്ട് അങ്ങോട്ട് നടക്കുമെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് സുസ്മിത പോകുമ്പോൾ ജഗദീപ് നോക്കിക്കൊണ്ട് നിന്നിട്ട് മനസ്സിൽ കരുതുകയാണ്, എന്തോന്നടേ ഇത്, ഞാൻ എത്ര തവണ അടിച്ച് ഭൂമിദേവിക്ക് സാഷ്ടാംഗം പ്രണമിച്ച് കിടന്നിട്ടുണ്ട്, പക്ഷേ എന്നെ ഒന്നും പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ആരെയും കണ്ടിട്ടില്ല, അവൻ്റെയൊക്കെ സമയം എന്നും പറഞ്ഞ് ജഗദീപ് നിൽക്കുകയാണ്. വിഷ്ണുവും ശ്യാമയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് സുസ്മിത വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ചന്ദ്രബോസ് കാറിൽ വരുന്നത്. അന്നേരം വിഷ്ണു ശ്യാമ അവിടെ നിൽക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവരെയും നോക്കിയിട്ട്, ഓ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ, ചുമ്മാതല്ല ഒരുത്തൻ അവിടെ കള്ളം കുടിച്ച് ബോധമില്ലാതെ 4 കാലിൽ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ ആയാലും ആർക്കും സഹിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതേ ചന്ദ്രബോസെ നിൻ്റെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് കൈ ചൂണ്ടുകയാണ്. അന്നേരം ഒന്ന് അടങ്ങടാ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിനക്ക് ചൊറിയുമെന്ന് എനിക്കറിയാം, ഞാനിപ്പോൾ സർവീസിലാണെന്ന് നിനക്കറിയാമല്ലോ, സർവീസിലുള്ള ഒരു പോലീസുകാരനെ തൊട്ടാലേ കേരള പോലീസ് നിന്നെ വീട്ടിൽ കിടത്തി ഉറക്കില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നേ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും വിഷ്ണു ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ശ്യാമ ഇങ്ങനെ കരഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട്. തുറന്നു ചോദിക്കുകയാണ്, അല്ല എനിക്ക് കാര്യം പിന്നെയും ചോദിക്കാനുണ്ട്, കൊച്ചിനെ എടുത്ത കൂട്ടത്തിൽ അമ്മയും അങ്ങോട്ട് എടുത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ കരഞ്ഞ് നിൽക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കൈ ചുരുട്ടി പിടിക്കുകയാണ് ആ ഒരു ദേഷ്യത്തിൽ.
ദേഷ്യത്തിൽ. തുടർന്നും വിഷ്ണു അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. പക്ഷേ പിന്നെ വിഷ്ണു ഒന്ന് ചന്ദ്രബോസ് പിടിച്ചു നിർത്തുന്നുണ്ട്. അല്ല, രണ്ടുപേരും കൂടി ഇപ്പോൾ എവിടെ പോയിട്ട് വരിക? രോഹിത്തിനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണോ? ഇത്രയും നാളും കൊച്ച് അവൻ്റേതാണെന്ന് വിചാരിച്ചു. കൊച്ചല്ല എന്നറിഞ്ഞപ്പോൾ അവന് വീണ്ടും ഒരു സംശയം അങ്ങോട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ഇങ്ങനെയൊക്കെയുള്ള ഭാര്യയും ഭർത്താവും പോലെയുള്ള നടത്തം കണ്ടാൽ ആർക്കായാലും അങ്ങനെ തോന്നും എന്നൊക്കെ പറയുമ്പോഴും വിഷ്ണു കൈ ചുരുട്ടി പിടിക്കുകയാണ്. അത്രയും ദേഷ്യവും കലി അങ്ങോട്ട് സഹിച്ച് വീണ്ടും വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് വിടാൻ ഭാവമില്ല. കിട്ടി അടങ്ങുമെന്നുള്ള രീതിക്ക് തന്നെ ചന്ദ്രബോസ് നിൽക്കുകയാണ്. ചന്ദ്രബോസ് പറയുകയാണ്, എനിക്ക് ഒരു സംശയം കൂടിയുണ്ട്, നിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഉത്തരം വേണം. ഈ കൊച്ചും കൂടെ കേട്ടോട്ടെ. അല്ല, ഇപ്പോൾ ഈ വണ്ടിയുടെ ഡ്രൈവറും നീ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വന്ന് വിഷ്ണു ഡാന്നും പറഞ്ഞും ചന്ദ്രബോസിൻ്റെ കോങ്ങയ്ക്ക് പിടിച്ചുകൊണ്ട് ആ ജീപ്പിലേക്ക് തന്നെ അങ്ങോട്ട് ചേർത്ത് നിർത്തുകയാണ്. അന്നേരം ചന്ദ്രബോസിന് എറുന്നുണ്ട്. പക്ഷേ ശ്യാമ വേണ്ട വിഷ്ണുട്ട വേണ്ട എന്ന് ഒരുവിധം പറയുമ്പോൾ വിഷ്ണു അങ്ങ് മാറ്റുന്നുണ്ട്. അന്നേരവും ചന്ദ്രബോസ് നിൽക്കുകയാനുണ്ട്. നിൻ്റെ ദേഷ്യമൊന്നും എന്നോട് വേണ്ടാന്നും പറഞ്ഞ് വീണ്ടും ചന്ദ്രബോസ് കിട്ടാനെന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും ശ്യാമ വാ പോവാം വിഷ്ണുവേട്ടാ പോവാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ചന്ദ്രബോസ് എനിക്കിപ്പോൾ സമയമില്ല, അല്പം തിരക്കുണ്ട്. തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് നീ വിളിക്കുന്നിടത്ത് ഞാൻ വരാം. അപ്പോൾ നിനക്കുള്ള മറുപടി, നീ ഉദ്ദേശിക്കുന്ന മറുപടി എന്താണെന്നുള്ളത് ഞാൻ തന്നിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ചന്ദ്രബോസ് നിൽക്കടാ എവിടെ പോകുന്നു എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, 2 മക്കളെയും 2 വീട്ടിലാക്കിയിട്ട് ഭാര്യയെ കളക്ട്രേറ്റിലും ആക്കിയിട്ട് ഇപ്പോൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇതിപ്പോൾ നിങ്ങൾക്കുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് രോഹിത്തിനെ ഇപ്പോൾ ഇവിടെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയത്. നിൻ്റെയൊക്കെ സമയം കൊള്ളാടാ, ജനിക്കുന്നെങ്കിൽ നിൻ്റെ ആ ഒരു നക്ഷത്രത്തിൽ ജനിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു വീണ്ടും കലിയേറുകയാണ്. ശ്യാമ ഇങ്ങനെ തലവനിച്ച് നിൽക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഇനി നിൻ്റെ ഈ ചന്ദ്രബോസെ നിൻ്റെ പുഴുത്ത നാവ് കൊണ്ട് ഇനി എന്തെങ്കിലും തെമ്മാടിത്തരം പറഞ്ഞാൽ ഞാൻ വച്ചേക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരവും ആ ഒരു അടി കിട്ടാന്നുള്ള രീതിക്ക് തന്നെയാണ് ചന്ദ്രബോസ് നിൽക്കുന്നത്. വീണ്ടും വിഷ്ണു പോകാനായിട്ട് തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് വിടുന്നില്ല. അല്ല, ഇനിയിപ്പോൾ രണ്ടുപേരും കൂടി എങ്ങോട്ടാണ്? വീട്ടിലേക്കാണോ അതോ ഇനി വല്ല പാർക്കിലേക്കോ ടൂറിസ്റ്റ് ഹോമിലേക്കോ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു വീണ്ടും നിലതെറ്റിക്കുകയാണ്. വിഷ്ണു ചന്ദ്രബോസിൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് പീഡിച്ച് വലിച്ച് അങ്ങോട്ട് ഉമ്മറത്തേക്ക് അങ്ങോട്ട് എറിയുകയാണ്. വീഴുന്ന ചന്ദ്രബോസ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ പടിയിൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു മുണ്ടൊക്കെ അങ്ങോട്ട് മടക്കി കുത്തിയിട്ട് ചോദിക്കുകയാണ്. ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പിലേക്ക് ഒരു കാലിങ്ങനെ എടുത്തു വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഓ ഇതിനാണല്ലോ നീ ഇത്രയും നേരം കിടന്ന് വായിട്ടലച്ചത്, എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടണമായിരുന്നു. ഇതിപ്പോൾ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ നീ മേടിച്ച് അടങ്ങും അല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം ഇതിന് നീ ഇത്തിരി വെള്ളം കുടിക്കും, ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാരനെയാണ് നീ വീട്ടിൽ കയറി തല്ലിയിരിക്കുന്നത്, നീ വെള്ളം കുടിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഓ ആയിക്കോട്ടെ കാണാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഇനി പോയിട്ട് വരട്ടെ ചന്ദ്രബോസ് പോലീസ് ഏമാനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പോടാ എന്നിങ്ങനെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ജഗദീപ് അകത്തു നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന ആ ഒരു കാഴ്ച കണ്ട് ജഗദീപ് ആകെ സന്തോഷത്തിൽ അങ്ങോട്ട് നിൽക്കുകയാണ്. തുടർന്ന് പറയുകയാണ്, ഇനിയും ഞാനൊരു വരവ് കൂടി വരും എന്ന് പറയുമ്പോൾ നിൻ്റെ ശനി ദശ ഇനി മുതൽ തുടങ്ങുകയാണ്, നീ ഓർത്ത് വെച്ചോ എന്ന് ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഈ ശനി ദശ മാറ്റി ശുക്രനാക്കാൻ പറ്റുമെന്ന് ഞാനങ്ങോട്ട് നോക്കട്ടെ. അന്ന് നീ എൻ്റെ മുന്നിൽ വരുന്ന ദിവസം നിനക്ക് ജന്മം തന്നവരെ നീ പഴിക്കും. അതുകൊണ്ടാണല്ലോ നിനക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് ഓർത്ത് എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ട് വരട്ടെ പോലീസ് ഏമാനെ ചോദിക്കുമ്പോൾ പോടാന്ന് ഇങ്ങനെ പറയുന്നു. അന്നേരം ഞാൻ പോയിട്ട് തിരികെ വരും, അന്ന് പലിശയും കൂടി ചേർത്ത് തരും എന്നിങ്ങനെ ആ ഒരു വെല്ലുവിളി പോലെ വിഷ്ണു ജയിച്ച ഭാഗത്തിൽ പറയുകയാണ്. അന്നേരം അടി കൊണ്ട് നീര് വന്ന് ചന്ദ്രബോസ് അവിടെ തന്നെ ഇരിക്കുകയാണ്. വിഷ്ണു ശ്യാമയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. തുടർന്ന് ജഗദീപ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ചന്ദ്രബോസിനോട് ചോദിക്കുകയാണ്, തൈലം എടുക്കട്ടെ. അന്നേരം എന്ത് ചോദിക്കുമ്പോൾ അല്ല തൈലം കിഴിയിട്ട് പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ജഗദീപ് ചോദിക്കുകയാണ്. അന്നേരം ആകെ മാനം കെട്ട് ചന്ദ്രബോസ് ഇരിക്കുന്നുണ്ട്. ജഗദീപ് ചിരിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും രോഹിത്തിനെ വെച്ചുള്ള കളിക്ക് തന്നെയാണ് സുസ്മിത അവിടെ നിൽക്കുന്നത്. പക്ഷെ അത് നടക്കില്ല. അതിനു മുമ്പ് ശാലിനി എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം. പ്രൊമോ ഒന്നും വന്നിട്ടില്ല, വരുമ്പോൾ ഇടാം. ഓക്കെ, താങ്ക്